ഒരു ഫോർത്തിൽ ഫിഫ്ത്തിലൊക്കെ പഠിക്കുന്ന സമയത്തായിട്ടോ എന്റെ മുഖത്ത് ആദ്യമായിട്ട് ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ വരുന്നത്. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്റെ മുഖം മുഴുവൻ പിമ്പിൾസ്. ടീച്ചേഴ്സും ക്ലാസ്സിലെ കുട്ടികളും ആന്റിമാരും എല്ലാരും ചോദിച്ചു തുടങ്ങിയിട്ടോ, മോളെ മുഖത്ത് മുഴുവൻ കുരുവാണല്ലോ എന്ന്. വെറും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലായിരുന്നു കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷേ ടിസ്റ്റ് ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ട്യൂഷൻ പോയപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ അമ്മ എന്നോട് ചോദിച്ചു, മോളെ ഈ കുരുവൊക്കെ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞ് ഇതൊക്കെ അങ്ങ് പോകത്തില്ല, ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന്. അന്ന് വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഞാൻ ആദ്യം ചെയ്ത പരിപാടി മുഖത്തെ കുരുവെല്ലാം കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളതാ. എന്റെ കൈ കിട്ടുന്ന എല്ലാം ഞാൻ എന്റെ മുഖത്ത് പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം വന്നത് ഈ പൊട്ടിച്ചതെല്ലാം കറുത്ത പാടായ വൃത്തികേടായപ്പോ നാട്ടുകാരുടെ ക്വസ്റ്റ്യനും കൂടെ തുടങ്ങി. പിന്നെ എന്നെ അമ്മ അങ്ങ് ഏറ്റെടുത്ത് കേട്ടോ. അമ്മ പിന്നെ മഞ്ഞൾ അരയ്ക്കുന്നു, വേപ്പില അരയ്ക്കുന്നു, ഇത് മാറ്റിയിട്ട് തന്നെ കാര്യം. എന്നെയും കൊണ്ട് പറ്റാവുന്നത് ഞാനും, അമ്മയും കൊണ്ട് പറ്റാവുന്നതെല്ലാം അമ്മയും, ഡോക്ടറെയും കൊണ്ട് പറ്റാവുന്നതെല്ലാം ഡോക്ടറും ചെയ്ത് നോക്കി കേട്ടോ. പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല. കണ്ട പരീക്ഷണങ്ങളെല്ലാം നടത്തി എന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയപ്പോഴാണ് ഞാൻ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കായിരുന്നേ. ഡോക്ടറാണ് എനിക്ക് ഈ സൺസ്ക്രീനും 3 ഓയിൻമെന്റ്സും പ്രിസ്ക്രൈബ് ചെയ്തത്. മുഖത്തൊരു കുഞ്ഞു കുരു വന്നതിനാണോ ഇത്രയും കെയർഫുൾ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടോ. നമുക്ക് ആകെയുള്ളത് ഈ ഒരു ശരീരവും ഈ ഒരു ജീവിതവും മാത്രമല്ലേ. ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികം മാത്രമല്ലോ, മാനസികം കൂടിയല്ലേ. ഈ പറഞ്ഞ മുഖത്തെ കുഞ്ഞു കുരു എന്റെ സെൽഫ് കോൺഫിഡൻസ് വല്ലാണ്ട് കളഞ്ഞായിരുന്നേ. ഞാനല്ലേടാ എന്നെ സന്തോഷമായിട്ട് വെക്കേണ്ടത്.